മലയാള സിനിമയുടെ സൂപ്പർ താരമാണ് സുരേഷ് ഗോപി. സിനിമയ്ക്ക് പുറമെ രാഷ്ട്രീയത്തിലും സുരേഷ് ഗോപി നിറ സാന്നിധ്യമാണ്. അച്ഛന്റെ പാതയിലൂടെയാണ് മകൻ ഗോകുൽ സുരേഷും സിനിമയിലേക്ക് എത്തുന്നത്. ഇന്ന് മലയാള സിനിമയിലെ നിറ സാന്നിധ്യമാണ് ഗോകുൽ സുരേഷ്. ഇതിന് പിന്നാലെ ഇപ്പോഴിതാ സുരേഷ് ഗോപിയുടെ രണ്ടാമത്തെ മകൻ മാധവ് സുരേഷും സിനിമയിലേക്ക് വരികയാണ്. കുമ്മാട്ടി ബോയ്സ് എന്ന സിനിമയിലൂടെയാണ് മാധവ് സിനിമയിലേക്ക് വരുന്നത്. ഇതിന് മുന്നോടിയായി നൽകിയ അഭിമുഖത്തിൽ മാധവ് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ വീണ്ടും ചർച്ചയാവുകയാണ്. തന്റെ അച്ഛന് ലഭിക്കുന്ന വിമർശനങ്ങളെ കുറിച്ചാണ് താരം സംസാരിക്കുന്നത്. ഒരു പ്രമുഖ ചാനലിന് നൽകിയ മാധവിന്റെ വാക്കുകളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. എല്ലാവരുടെ സ്ട്രഗിളും ഒരുപോലെയല്ല. പക്ഷേ 12-14 മണിക്കൂർ വെയിലത്ത് നിന്ന് പണിയെടുക്കുന്ന കൂലിപ്പണിക്കാരന്റെ ജീവിതം എന്റേതിനേക്കാൾ സുഖകരമാണെന്ന് പറയാൻ മാത്രം ഒരു അജ്ഞനല്ല ഞാൻ. അങ്ങനെ പറഞ്ഞാൽ അത് മണ്ടത്തരമായി പോകും. ഓരോ സ്ട്രഗിളും വ്യത്യാസമാണ്. എനിക്ക് ബോധമുള്ള കാലം തൊട്ട് നാട്ടുകാർ പറയുന്നത് കേൾക്കുന്നതാണ്. അതിൽ പോസിറ്റീവുമുണ്ട് നെഗറ്റീവുമുണ്ട് എന്നാണ് മാധവ് പറയുന്നത്. എന്റെ അച്ഛനെ പറ്റിയുള്ള അവരുടെ അഭിപ്രായങ്ങൾ വളരെ വോക്കലായിരുന്നു. കളിയാക്കാൻ പറഞ്ഞാലും നല്ലത് പറഞ്ഞാലും എല്ലാം മുഖത്ത് നോക്കി തന്നെയാണ് പറഞ്ഞിരുന്നത്. ചെറുപ്പം മുതലേ ഞാനും അത് കേൾക്കുന്നുണ്ട്. ഒരു മുതിർന്ന വ്യക്തിയാണെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ പഠിക്കണം. പക്ഷെ ഒരു കുട്ടി അത് കേൾക്കുമ്പോൾ അത്രയും പോസിറ്റീവായി എടുക്കണമെന്ന് പറയുന്നത് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. ഞാനും എന്റെ സഹോദരങ്ങളുമെല്ലാം അത്തരം അന്തരീക്ഷത്തിലാണ് വളർന്നതെന്നും മാധവ് പറയുന്നു. അത് അദ്ദേഹം തിരഞ്ഞെടുത്ത കരിയറിന്റെ ഒരു സ്വഭാവമാണ്. അതിലൂടെ ലഭിക്കുന്ന പ്രിവിലേജുകൾക്കായുള്ള സാക്രിഫൈസ് ആയിട്ടേ കാണേണ്ടതുള്ളൂ. അന്ന് വിഷമിച്ചുവെങ്കിലും ഇന്നത് മനസ്സിലാകുന്നുണ്ടെന്നും താരപുത്രൻ പറയുന്നു. സെലിബ്രിറ്റികളെ കുറിച്ച് കമന്റും ചെയ്യുന്നുണ്ട്. അവരെ പറ്റി എന്തും പറയാം, പക്ഷേ ഒരു ബേസിക് സ്റ്റാൻഡേർഡ് വേണം. അച്ഛൻ BJPയിൽ കയറിയ സമയത്ത് എന്റെയും അമ്മയുടെയും പെങ്ങന്മാരെയും കുറിച്ച് വന്ന കമന്റുകളെ വൾഗർ എന്ന് പറയുന്നത് തന്നെ അണ്ടർസ്റ്റേറ്റ്മെന്റ് ആകും. സ്വന്തം അമ്മയെയും പെങ്ങന്മാരെയും ഭാര്യയെയും ബഹുമാനിക്കുന്നവർ ഒരിക്കലും അങ്ങനെ സംസാരിക്കില്ല എന്നും അദ്ദേഹം പറയുന്നു. അതുപോലുള്ള കമന്റുകളോട് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിന്റെ ഇപ്പോഴത്തെ ഘട്ടത്തിൽ അതെല്ലാം ഉപയോഗശൂന്യമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കുരയ്ക്കുന്ന പട്ടിക്ക് നേരെ നമ്മളും കുരച്ചാൽ നമ്മുടെ ഊർജം നഷ്ടമാവുകയുള്ളൂ എന്നും നമ്മൾക്ക് ഗുണമില്ലാത്തൊരു കാര്യത്തിനായി നമ്മുടെ സമയം കളയേണ്ടതില്ല എന്നാണ് മാധവ് സുരേഷിന്റെ കാഴ്ചപ്പാട്.